ഓക്കെ സെറ്റ്. ഓക്കെ, നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞത് എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മമ്മുവിൻ്റെ കേസ് ഈ ഇൻഫ്ലുവൻസർ, ഈ ഇൻസ്റ്റാഗ്രാമിലെ റിയാക്ഷൻ ചാനലുകളും പിന്നെ ന്യൂസുകാരും ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഈ നിർത്താണ്ട് ഇതിട്ട് പെരുപ്പിക്കുന്നതിൻ്റെ കാര്യം പറയട്ടെ. ഇത് നിർത്തണം. ഞാൻ ബാക്കിയുള്ള ഒന്നും കിട്ടാണ്ട് നിൽക്കുന്ന ടീമിൻ്റെ കാര്യം ഓക്കെ. ഞാൻ ഈ വഫാ ഹുസൈൻ്റെ എല്ലാം കാര്യം ഞാൻ എന്താ വിചാരിച്ചത്, ഇവരെല്ലാം കുറച്ച് സമൂഹത്തിനോട് ഇതുള്ള ടീമായിക്കൊണ്ട് ഇത് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ അറിയുന്നത്, പിന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫോ എനിക്ക് കിട്ടുന്നത്. ഇവള് 10 വീഡിയോ മറ്റേ ഉണ്ടാക്കി. ഇതന്നെ പണി, ഫുൾ ടൈം ഇതന്നെ പണി. ഇതന്നെ ഇട്ട് കാശ്, ഇത് ആഘോഷിക്കാന്ന് ഇവള്. മനസ്സിലാ? ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്ന്, മെയിനായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ വന്ന് ഞാൻ ഇത് കയറി നോക്കി. ഇവളായാലും മെയിനായിട്ട് എന്തെല്ലാം പ്രശ്നം വന്ന്, റീച്ചുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമേ ഇവള് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. മനസ്സിലായി? ഇത് എത്ര ഇത് എന്നിട്ട് പിന്നെ ഞാനൊരു കാര്യം പറ്റേ, ഇതും ഓളെടുത്ത് വെക്കും, ഉറപ്പായിട്ട് വെക്കും. കാരണം ഇവക്ക് ഇങ്ങനെ ഇത് കരിയറായിട്ട് ചൂസ് ചെയ്താൽ ഇതിൽ നിന്ന് പൈസ ആക്കാന്നുള്ള മൈൻഡിൽ ഇറങ്ങിയത് ഇവള്. മനസ്സിലായി കാര്യം, ഒക്കെ മനസ്സിലായി. ഇത് ചെയ്താ ഇതാണ് പരിപാടി, ഇതാ അടിപൊളി എന്ന് ഒക്കെ മനസ്സിലായി. അതാണ് സംഭവം. മനസ്സിലാവും? അങ്ങനെയല്ലാതെ ഞാൻ വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്തു പോയത്. ഞാനൊരു മണ്ടൻ, ഞാനൊരു പൊട്ടെ. എല്ലാ ടീമും അല്ല എനിക്കറിയാം. പക്ഷെ ഇവളെ കാര്യം എനിക്ക് ഉറപ്പായി. കാരണം ഇവളെ അത്രയും നിൽക്ക്, ഞാൻ കാണിച്ചുതരാം. നീ ഇത് നോക്ക് ഷമീറ, നീ ഇത് നോക്ക്. ഒരു വീഡിയോ ഇട്ടു ഫസ്റ്റ്, അതൊന്നല്ല, അതിന് ശേഷം എത്ര എണ്ണം ഇട്ടതാ? ഇതെല്ലാം വീഡിയോ ആണ്. ഇത് വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തെന്ന് പറയുന്നത്. എന്നെ ത്രെട്ടൻ ചെയ്യുന്നു, സ്ട്രൈക്ക് കൊടുക്കും. ആരെ ത്രെട്ടൻ ചെയ്തേ? വെറൈറ്റി മീഡിയ ത്രെട്ടൻ ചെയ്തോളൂ. എടാ ഞാനൊരു കാര്യം പറ്റേ, വെറൈറ്റി മീഡിയ ലോക ചെറ്റകള്, അവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, പക്ഷെ ഇവളും അതാണ് അതാ സംഭവം. കാരണം എന്ന് വെച്ചാല് ഇവർ ആ വെറൈറ്റി വീഡിയോ ആ വീഡിയോയിലും ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എല്ലായിടത്തും അതിന്റെ മൊത്തം ഒറിജിനൽ ഡിലീറ്റ് ചെയ്ത്. എന്നിട്ട് ഇവള് പറഞ്ഞാലല്ല, ഇവള് പറഞ്ഞ അവര് മാപ്പ് പറഞ്ഞാല് ആ പെണ്ണ്, ആങ്കർ പെണ്ണ് മാപ്പ് പറഞ്ഞാൽ ഈ വീഡിയോ ഡിലീറ്റ് ആക്കാന്നോള് പറഞ്ഞു. എന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടും പോയി. എയർടെൽ റീകണക്ഷൻ സക്സസ്ഫുൾ, ഡ്രോപ്ഡ് ഫ്രെയിംസ് 0.0%, റീകണക്ഷൻ സക്സസ്ഫുൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. സോറി. ഇനി പോവില്ല. കണക്ഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻവെർട്ടറിലേക്ക് വൈഫൈ കൊടുത്തിട്ടുണ്ട്. സോറി ഗൈസ്, പിന്നെയും കറണ്ട് പോയതാണ്. കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ സെറ്റ് സ്പാമി. മുട്ട വേറൊരു സംഭവം നടന്നു കറണ്ട് പോയപ്പോ. ഒരു കാര്യം അറിയോ? ഇത് വൈഫൈ റീകണക്ഷന്റെ ടൈമില് നമ്മൾ വെറുതെ ചാറ്റിൽ നോക്കിയത്, നേരത്തെ വന്ന മെസ്സേജ് നോക്കിയതാണ്. അപ്പൊ ഇവൻ നോക്കിയതാണ്. അപ്പൊ ഒരുത്തൻ ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ വെച്ചാൽ തമാശക്ക് വെറുതെ എല്ലാരും ഇങ്ങനെ ബ്ലാ പറയുന്ന പോലെ പറഞ്ഞത്. വെറുതെ ഒന്ന് അങ്ങോട്ടേക്ക് നോക്കിയതാ. ഈ മരം മണ്ടനുണ്ടല്ല, കത്തിക്കാണ്ട് ഇത് തുറന്നു വെച്ചിട്ട് കത്തിക്കാണ്ട് അവിടെ വെച്ചിട്ടാ ഉള്ളത്. ഈ ബുദ്ധിയില്ലാത്ത നമ്മളെ കൊല്ലുമല്ലാടെ ഇവന്റെ ആരും പറയില്ല നിങ്ങളോട് കാര്യം ഇതുവരെ. ഞാനത് കണ്ടിട്ട് ചിരിക്കുകയും ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇതില് ഈ നെറ്റ് പോയ സമയത്ത് ഈ നെറ്റ് ഇങ്ങനെ റീകണക്ട് ആവുന്ന ടൈമാണ്. ആ ടൈം നമ്മൾ ലൈവ് അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചാറ്റിൽ നോക്കി ചിരിക്കുക. നേരത്തെ വന്ന മെസ്സേജല്ലോ. അപ്പൊ ഒരുത്തൻ ഗ്യാസ് ലീക്ക്, ഞാൻ അത് കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക. അപ്പൊ ഇവൻ പറഞ്ഞു അത് ശരിക്കുള്ളതെന്ന് നോക്കിട്ട് അങ്ങനെ നോക്കിയതാണ്. നോക്കുമ്പോണ്ട് സാധനം തുറന്നു വെച്ചിട്ട് കത്തിക്കാണ്ട് ഗ്യാസ് തുറന്നു വെച്ചിട്ട് തീ വന്നിരുന്നെങ്കിലോ എന്തൊരു ബുദ്ധിയില്ലാത്തവരാണ് ഞാൻ. കാര്യം പറയാലോ, ആരാ നമ്മ ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ടത്? എന്റെ മോനെ ആ പേര് കണ്ടിട്ടില്ല. മുത്തേ ബിഗ് താങ്ക് യു. ചിലപ്പോ തമാശ കിട്ടായിരിക്കും, പക്ഷെ അത് കാര്യമായിരുന്നു. അതിപ്പോ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ ബുദ്ധിയില്ലാത്ത പട്ടി എല്ലാരും കൊലക്ക് കൊടുക്കാൻ വേണ്ടി നാറി. കാര്യം പറയാലോ. ലൈവ് ഇതായോ? ലോഡിങ് ഇതെല്ലാം മാറിയോ? സെറ്റായോ? സെറ്റായെങ്കിൽ സെറ്റ് സ്പാം ചെയ്യാ. ലൈവ് തിരിച്ചു വന്നോ?
ഇന്ന് കുറേ പ്രാവശ്യം കട്ടായില്ല, 2 പ്രാവശ്യം കട്ടാവില്ലേ? ഇനി കട്ടാവില്ല ഗൈസ്, ഐ പ്രോമിസ്, ഇനി കട്ടാവില്ല. ഞാൻ ഇൻവെർട്ടറിന്ന് ഇപ്പുറത്തെ ഇൻവെർട്ടറിലേക്ക് മാറ്റി വൈഫൈന്റെ കണക്ഷൻ. എന്താ അത്? മെല്ലു കൊണ്ടുവന്നാ വാമോനെ ഇങ്ങോട്ട് വാ. നീ എന്തിയാ ഒളിച്ചിരിക്കുന്നാടാ? ചെക്കൻ കാര്യം പറയാ, ഡബിളി മനുഷ്യൻ കേട്ടോ. കാര്യം പറയാം, ഇന്ന് ഉച്ചക്ക് വീടുണ്ടാക്കി തന്നു. ഉച്ചക്ക് ഫുഡിന്റെ റിവ്യൂ അറിയാൻ ഇന്നലത്തെ സെയിം. ഇന്നലെ ഇവൻ ഒരാൾക്ക് മാത്രം തന്നാൻ പറ്റിയ സാധനം കൊണ്ടില്ല, ഉണ്ടാവില്ല. ഇവനുണ്ടാവില്ല. ഉമ്മ തത്തിട്ട് ഒരടാ ടേസ്റ്റ് ഇല്ല. വലിയ രസമൊന്നുമില്ല. ഉമ്മ തത്തിട, ഉമ്മ തത്തിടാ. അസൂയ മോനെ. ഡബിളി പള്ളിക്കറിയും നെയ്ച്ചോറും സീൻ സാധനം. രാത്രിയും ചെക്കൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കിയ? അടി ഇങ്ങ് വാടാ. നീ എന്തെങ്ങനെ ദൂരത്തേക്കുന്ന? എന്താ ഉണ്ടാക്കിയ? ചപ്പാത്തി വെജിറ്റബിൾ സ്റ്റൂ ആണ് രാത്രി ഉണ്ടാക്കി. ഇവ ഇന്ന് മൊത്തം ഇടൊന്ന് പണിയെടുത്തോട്ടോ. പാവോ ചെക്കൻ നമ്മ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കും, എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിന്നിടോ പാർട്ട് ടൈം പണിക്കാക്കിയാലോ? പാർട്ട് ടൈം പണിക്കാക്കിയാലോ ഇവരാ? എന്താ പറയുന്നത് ചാറ്റ്? ന്യൂ കുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അട ഇവരങ്ങനെ പുറത്താക്കിയിട്ട് എങ്ങനെ നടക്കും? ഇവിടെ ഉള്ള ആളെ നമുക്ക് അങ്ങനെ പറഞ്ഞാലും നീ പുറത്താക്കും. ഞാനെന്ത് ഇല്ല അങ്ങനല്ല. അനിയനല്ലട ഞാന്. ഈ ഗ്യാസും ലീക്കാക്കിട്ട് നമ്മളെ കൊല്ലാൻ നോക്കിയാ നീ. ഓന്റെ തട്ടും മുട്ടയും ഓന്റെ കൊറേ ഓന്റെ തട്ട് ഓന്റെ ലോട്ട ആടുന്ന്. ഇതെന്തേ?